വീണ്ടും വന്നു. നമ്മൾ അവരെ ഫോക്ക് ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു. ഇപ്പം നമുക്ക് സാൻഡ്വിച്ച് ഒക്കെ മേടിച്ച് തന്നിട്ടുണ്ട്. നമ്മളപ്പോൾ സ്നാക്സ് ആയിട്ട് അത് തിന്നാൻ പോവാണ്. കുട്ടികളൊക്കെ വരുന്നുണ്ട്. നമ്മൾ അവരെ ബട്ടർഫ്ലൈ ഉണ്ടാക്കാനാണ് പഠിപ്പിച്ചത്. പിന്നെ അവരെ ഫോക്ക് ഡാൻസും പഠിപ്പിച്ചു. ആഹാ, കൊച്ചു ഫ്ലാഗ് ഒക്കെ ഉണ്ടാക്കി ദേശഭക്തി പഠിക്കുകയാണ്. നമുക്ക് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് കാണാം. സാറ്റ് കളിക്കുക. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സാറ്റ് കളിക്കുക ഒളിച്ചിരുന്ന ബാത്റൂമിൽ. ഇത്രയും ചെറിയ സ്ഥലത്ത് ഈ കുഴിക്കകത്തൊക്കെ പോയി ഒളിച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് ഒരുത്തി കർട്ടനകത്ത് കയറിയിരുന്നു, ഒരാൾ ബാത്റൂമിനകത്തും. അവിടെയാണ് സാറ്റടിക്കുന്ന സ്ഥലം. ഒരാൾ കട്ടിലിൻ്റെ അടിയിൽ. ഹലോ ഗായ്സ്, അപ്പം നമ്മള് നമ്മളല്ലേ അമ്പലത്തിൽ ഉത്സവമാണ്. നമ്മളില്ലേ അമ്പലത്തിൽ ഉത്സവമാണ്. നമ്മൾ ചോറിനാൻ അമ്പലത്തിൽ ഉത്സവമായോണ്ട് നമ്മൾ ചോറിനാൻ പോവാണ്. അമ്പലത്തിൽ ഉത്സവമായോണ്ടല്ല, വിശക്കുന്നുണ്ട്. ഉത്സവങ്ങളിൽ മാത്രമേ ഞങ്ങൾ കേറാറുള്ളൂ. അല്ല, ഞാൻ കേറാറുണ്ട്. മൈൻഡിൽ കേറാറില്ല, മൈൻഡിൽ ഒട്ടും കേറാറില്ല. ണ പറയുക ഗൈസ്, ഞാൻ ബാലഗോകുലത്തിലൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ കേറും. ഞങ്ങളും കേറാറൊക്കെ അതിനകത്ത്. സോറി ത്തിലെത്തി നമ്മള് ഗൈസ്. ഇവര് പറയുന്ന ഞാൻ ഇവരെ മറന്നെന്ന്. പിന്നെ നിങ്ങളെ നമ്മളെ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. വേണ്ടേ, ഇവരിങ്ങനെ സുഖിച്ച് നടക്കുവാണ് കൊടേൻ്റെ അടിയിൽ. പക്ഷെ പാവ ശ്രേയ മാത്രം കൊടേൻ്റെ അടിയിൽ. ഗൗരീൻ്റെ പകുതിയും വെയിലത്താ. അതൊന്നും ഇവരറിയുന്ന പോലുമില്ല. ഒരു കുപ്പിവെള്ളം മേടിക്കുന്ന തിരക്കിലാണ്. നമ്മള് കുപ്പിവെള്ളം മേടിക്കുന്ന തിരക്കിലാണ്. നമ്മള് കുപ്പിവെള്ളം ചിന്തിക്കടയിൽ ഒത്തിരി സാധനമുണ്ട്. എന്നാലും നമ്മള് കാണിക്കണ്ടേ അല്ലേ? എന്നല്ലേ ഇത് വെപ്പുമുടിയാ, മറ്റേ സൈഡിൽ പിന്നി കെട്ടി ഇടത്തില്ലേ. ഇത് സൈസാണെന്ന് നോക്കിയാൽ ഇവര് പല നിറത്തിലുള്ള കറുത്ത കുപ്പിവെള്ള. അത് കൊള്ളത്തില്ല കളറ്. ഇവരിങ്ങനെ കുപ്പിവെള്ളമൊക്കെ നോക്കുന്നുണ്ട്. നമ്മളിതെല്ലാം കണ്ടോണ്ട് നിൽക്കുവാണ്. ഹലോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഹലോ ഗൈസ്, നമ്മള് ചോറുണ്ണാൻ തുടങ്ങി. ഇരുട്ട കാണത്തില്ല. നിഴല് മാത്രമേ ഉള്ളൂ. കഴിച്ചിട്ട് കാണാം. ഗൈസ്, നമ്മൾ ചോറൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഐസ്ക്രീം കഴിക്കുകയാണ്. ഇത് അഭിരാമി ചേച്ചിയാണ് ഗൈസ്. അഭിരാമി ചേച്ചീൻ്റെ നാടകമുണ്ട് 22-ാം തീയതി. അപ്പം വേണ്ടേ, ഗൗരി കപ്പൈസ് തിന്നു, ഞങ്ങൾ രണ്ടുപേരും സേമിയ ഐസ്. ഇത് കണ്ടില്ലല്ലോ. എന്റെ തലയിലുണ്ട്. വേണ്ടേ ഗൈസ്, ഇവളുടെ തലയിലൊരു നീറ്. ഇതിനെ തട്ടിക്കളയാൻ എനിക്ക് പറ്റത്തില്ല. തട്ടിക്കളയാടി. അപ്പൊ നമുക്ക് വീട്ടിലോട്ടാ. നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ കുട്ടികളൊക്കെ ഇവിടെ ഭയങ്കര പരിപാടിയാണ്. അപ്പൊ നമുക്ക് പുതിയായിട്ടൊരു കുട്ടിയുണ്ട്. കുട്ടിയുടെ പേര് പറയൂ. ആരാധ്യ വെസ്റ്റേൺ ഡാൻസ് ഒക്കെ പഠിക്കാൻ വന്നതാണ്. ഇനി നമ്മുടെ വെക്കേഷൻ ക്ലാസ്സിനകത്ത് അടുത്തതായിട്ടുള്ളത് വെസ്റ്റേൺ ഡാൻസ് ആണ്. അപ്പൊ ഗൗരിക്കുഞ്ഞ് ഇവിടെ നിന്ന് ഉറങ്ങുകയാണ്. മണിമോൻ ഉറക്കത്തിലേക്ക് ആഴ്ന്നു വീണുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇലക്കൂടെ തെണ്ടി തിരിഞ്ഞ് നടക്കുവാണ്. ഒരു മിനിറ്റ്. ശ്രേയമോള് കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്ന് അവൾക്ക് ഇല്ലാത്ത സൗന്ദര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇത് എനിക്ക് ഉള്ള സൗന്ദര്യം. എന്നാലും അവള് സൗന്ദര്യം നോക്കാനേ ഓർക്കത്തുള്ളൂ. അപ്പം ശ്രേയനെ വിളിക്കുന്നു. ബാ ഗൗരി. അപ്പൊ ഗൈസ്, നമുക്കിനി ഒരുപാട് പരിപാടി ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോകും. എവിടെയായിരുന്നു പോകുന്നത്? അമ്പലത്തിൽ സീറ്റ് പിടിക്കാം. കാരണം ഇന്ന് എന്തുണ്ട്? നന്ദഗോവിന്ദം ഭജൻസ്.
അതിന് ഓജാബോർഡ് കളിക്കുന്നേ? അതിന് നിങ്ങളെ പാട്ട് പഠിക്കുന്നില്ലേ? അല്ല വെസ്റ്റേൺ ഡാൻസ് പഠിക്കാൻ പോവല്ലേ? നിങ്ങളെ വീഡിയോ എടുക്കുവോ ഞാൻ? ആ ഗുഡ്. ആടെ കയ്യിലൊക്കെ പിന്നെ കുത്തി കയറ്റി വെച്ചിട്ട് തൊലിയിലാണ് കയറ്റി വെച്ചേക്കുന്നേ. ചേച്ചിന്റെ കൂട്ടുകാരിയാണേ. ഹായ് പറ. ഹായ് പറയടി. കസിൻ അല്ല, നെയ്ബർ അല്ലേ? അല്ലേ എടി ശ്രേയ, നിന്റെ നെയ്ബർ അല്ലേ? ആ ഇതേ നീ കാണിക്കുന്നേ? അതിനാ പൊട്ടണേ? എന്താ പറഞ്ഞ? ആ മാല മാല കാണിച്ചേ ഗൈസ്. ആ കാണിച്ചേ. അയ്യോ ഇതൊക്കെ എടുത്ത് അകത്തിട്ട്, ഇതൊക്കെ നാട്ടുകാരെ കാണിക്കാവേ, ആൾക്കാർ എടുത്തോണ്ട് പോത്തില്ലേ? മാലക്കുട്ടി, മാലക്കുട്ടി, കമ്മലിട്ട മാലക്കുട്ടി. കാണല്ലെന്ന് പറ. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടം. ആ യൂട്യൂബോ ഇത്? നമ്മൾ ഇതുവരെ നമ്മുടെ കൂടെ പരിചയപ്പെടുത്താത്തൊരു അതിഥിയുണ്ട്. അതുകൊണ്ട് അഭിരാമി ചേച്ചി ഫോണൊക്കെ വിളിക്കുന്ന ഈ കുട്ടി. അത് നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ നന്ദഗോവിന്ദ ഭജൻസ് കാണാൻ പോവാണ്. നമ്മൾ ഇതൊക്കെ പറയണ്ടേ? നമ്മള് 3-4 മണിയായി. ഇപ്പൊ പകുതി സീറ്റ് നിറഞ്ഞു ഇത്രേ. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ നമ്മൾ പോണം. പിന്നെ എന്നായിരുന്നു, കാരണം നമുക്ക് സീറ്റ് കിട്ടണ്ടേ. അതുകൊണ്ട് സ്കൂട്ടറൊക്കെ വരുന്നു. ഞാൻ വണ്ടി കളച്ച്. ഓക്കെ ഗായ്സ് ബാ. ഗായ്സ് ഇവരിവിടെ വാച്ച് കടിച്ചു നിൽക്കുക. എനിക്ക് സീറ്റ് വേണം, എനിക്ക് ഇരിക്കാൻ, എനിക്ക് നിൽക്കാനൊന്നും വയ്യ. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് നടക്കുവാണ്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ നിങ്ങളും കൂടെ നടക്കൂ. സ്പീഡ് വേണം, സ്റ്റാമിന. ഇല്ല, ഏതേലും ഒരു മൂലയ്ക്ക് വേണ്ടേ? അപ്പം നമ്മൾ മൂലയ്ക്ക് സീറ്റ് പിടിക്കാൻ പോവാ. ഞാനിവിടെ നടക്കുമ്പോൾ ഇവിടെ വെയിലായതുകൊണ്ട് ക്യാമറയ്ക്കകത്ത് എൻ്റെ മുഖം ഉണ്ടോയെന്നോ ഞാൻ എങ്ങോട്ടാണ് നോക്കുന്നതെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് അവരെ കാണാം അവിടെ നിൽക്കുന്നത്. അതെണ്ണാണ്. അങ്ങനെ വണ്ടിയുടെ ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. കാടും പടലൊക്കെ ഉണ്ട്. ഓക്കെ നമ്മൾ നടക്കുവാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾക്ക് സീറ്റ് കിട്ടി. ഞങ്ങൾ കഷ്ടപ്പെട്ട ഇത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്. റിസർവ്ഡാണ്. ഇത്രേ ഉള്ളൂ ഗായ്സ്. പരിപാടി തുടങ്ങിയിട്ട് ഹലോ ഗായ്സ്. അപ്പം നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിക്കുവാണ്. അവിടെ ഞങ്ങൾ സീറ്റ് പിടിക്കാൻ വേണ്ടി ശ്രേ ഇരിക്കുന്നുണ്ടോ ഗായ്സ്? വെയിൽ കൊണ്ട് ഇവളുടെ കാലയിലെ കല്ല് കാച്ചി. മാംഗോ ഐസ്ക്രീം മൈഥിലി ഡോക്ടർ പറയും, നമുക്കറിയത്തില്ല. ഇത് മിൽക്ക് ഐസ്ക്രീം പോലെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇവള് സ്പ്രൈറ്റ് ആണ് കുടിച്ചത്. അവള് ചോക്ലേറ്റ് ഐസ്ക്രീം വെച്ചു, കോൺ ഐസ്ക്രീം. ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുവാണ്. ഭജന തുടങ്ങിയിട്ട് കാണാൻ ഞാൻ കുറെ വട്ടം പറഞ്ഞല്ലേ. സാരില്ല, അവള് നമുക്കറിയാലോ കുറച്ച് വട്ടമുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് കാണാം. പിന്നെ രസമെല്ലാം വേണേ ഞാൻ തിന്നിട്ട് വരാവേ. എന്നിട്ട് ഇവിടെ കാണാവുന്ന മൊത്തം കുറെ ആൾക്കാരുടെ കൊടയൊക്കെയാണ്. നിങ്ങൾ അവിടെ കാണുന്നുണ്ടോ? ഗൈസ് ഞാൻ ഔട്ട്ഡോർ എടുക്കാൻ മറന്നു.